ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. സ്വലാത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുമ്പം, പല സ്വലാത്തുകളെ കുറിച്ചിട്ടും പഠിക്കുമ്പം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് മഹത്വങ്ങൾ പല സ്വലാത്തുകൾക്ക് ഉണ്ട് നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് സ്വലാത്തുൽ ഫാത്തിഹ. ഒരാൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയാണെങ്കിൽ അവന് നരകമോചനം ഉണ്ട് എന്നുള്ളത് ആരിഫ്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റൊരു സ്വലാത്തുണ്ട്, ഒരാൾ ആ സ്വലാത്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ഇനി അയാൾ ചൊല്ലിയിട്ടൊന്നുമില്ല പക്ഷേ ആ സ്വലാത്ത് ജീവിതത്തിൽ കണ്ടിട്ടെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫായത്ത് അദ്ദേഹത്തിന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള സ്വലാത്തുകളുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒരു സ്വലാത്തുണ്ട്, അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിൻ്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണും, എന്തായിട്ടും സ്വപ്നത്തിൽ കാണും എന്ന് പറഞ്ഞിട്ടുള്ള സ്വലാത്തുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല മഹത്വങ്ങളുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് മഹത്തായിട്ടുള്ള സ്വലാത്തുൽ അലീമിയയെ കുറിച്ചിട്ടാണ്. സ്വലാത്തുൽ അലീമിയ കാണാതെ പഠിക്കുന്നതിന്, മനഃപ്പാഠമാക്കുന്നതിന് വലിയ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആരിഫ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹ്മദ് അദ്ദന്തറാവി എന്ന് പറഞ്ഞിട്ടുള്ള മഹാത്മാവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, സൂറത്തുൽ ഫാത്തിഹ ഏതൊരു പ്രാധാന്യത്തിലാണോ, എത്ര പ്രാധാന്യത്തോടു കൂടിയാണോ നിങ്ങൾ പഠിച്ചത്, മനഃപ്പാഠമാക്കിയത്, അതേ രൂപത്തിൽ നിങ്ങളെല്ലാവരും സ്വലാത്തുൽ അലീമിയ നിങ്ങൾ മനഃപ്പാഠമാക്കണം. ഒരാൾ സ്വലാത്തുൽ അലീമിയ മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിനെ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം പോലെ വിശാലമാക്കി കൊടുക്കും. എന്നു മാത്രമല്ല, സ്വർഗീയമായിട്ടുള്ള വിരിപ്പുകളിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മയ്യത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കിടത്തുക. ഇത് സ്വലാത്തുൽ അലീമിയ ഒരാൾ മനഃപ്പാഠമാക്കിയാൽ അയാൾക്ക് ലഭിക്കുന്നൊരു മഹത്താണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്വലാത്തുൽ അലീമിയ ചൊല്ലിക്കഴിഞ്ഞാൽ, പതിവാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന ആദരങ്ങളെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് ഒരാൾ സ്വലാത്തുൽ അലീമിയ മനഃപ്പാഠമാക്കിയാലും അയാൾക്ക് കിട്ടുന്ന ആദരം. ഈ മഹാൻ, അതായത് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അഹ്മദ് അദ്ദന്തറാവി എന്ന് പറഞ്ഞിട്ടുള്ള മഹാൻ പറഞ്ഞത്, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഏത് രൂപത്തിലാണോ, എത്ര പ്രാധാന്യത്തോടു കൂടിയാണോ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ മനഃപ്പാഠമാക്കിയത്, അതേ പ്രാധാന്യത്തോടു കൂടി എന്ത് ചെയ്യണം, സ്വലാത്തുൽ അലീമിയ നമ്മൾ മനഃപ്പാഠമാക്കണം. നമുക്കറിയാം ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. നമുക്കൊരു സൂറത്തും കാണാതെ അറിയില്ല എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും നമ്മൾ സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായിട്ട് പഠിക്കേണ്ടി വരും. കാരണം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, അല്ലേ? അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത്രയും പ്രാധാന്യത്തോടു കൂടി സൂറത്തുൽ ഫാത്തിഹ നമ്മൾ എത്ര പ്രാധാന്യത്തോടു കൂടിയാണോ പഠിച്ചിട്ടുള്ളത്, അത്രയും പ്രാധാന്യത്തോടു കൂടി ആ ഒരു നിർബന്ധമായിട്ടുള്ള ആ ഒരു രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്വലാത്തുൽ അലീമിയ കാണാതെ പഠിക്കണം എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളെ ഹൃദയത്തിൽ സ്വലാത്തുൽ അലീമിയ ഉണ്ടാകുമ്പോൾ, സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ടാകുമ്പോൾ അതിന് നമ്മുടെ ഹൃദയത്തെ പ്രകാശിതമാക്കും, അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ സ്വലാത്തുൽ ഫാത്തിഹ കാണുന്നു, അവിടെ സ്വലാത്തുൽ അലീമിയ കാണുന്നു, അതിലൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുണ്ട്, അല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ നമ്മൾക്ക് കിട്ടും. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് മോശത്തരങ്ങളുണ്ടാവും, അസൂയ ഉണ്ടാവും, അഹങ്കാരം ഉണ്ടാവും, പല തെറ്റുകളും നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. നമ്മുടെ ഹൃദയത്തിൽ സ്വലാത്ത് ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ആ സ്വലാത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധിയാക്കി നൽകും. കാരണം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പ്രേമഭാജനമായിട്ടുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉള്ള ഒരു സ്ഥലം മലീമസമായി കിടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കൂല. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എത്ര അഴുക്കുകളുണ്ടെങ്കിലും, എത്ര മോശത്തരങ്ങളുണ്ടെങ്കിലും, നമ്മുടെ ഹൃദയത്തിലുള്ള സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ, സ്വലാത്തുൽ അലീമിയയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി നൽകും. കാരണം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പ്രേമഭാജനത്തിൻ്റെ പേരുള്ള ഇടം ശുദ്ധി ആയിട്ട് നിൽക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, സ്വലാത്തുൽ ഫാത്തിഹയും സ്വലാത്തുൽ അലീമിയയും ഒക്കെ നമ്മൾ കാണാതെ പഠിക്കാം, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എന്തായിട്ടും ഉണ്ടാവും. പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ളൊരു ഹദീസ് ഉണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. അതിലിങ്ങനെ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എൻ്റെ മേൽ ഒരാൾ ഒരു കിതാബിൽ സ്വലാത്ത് എഴുതിയാൽ ആ കിതാബിൽ എൻ്റെ നാമം സ്ഥിരമായിരിക്കുന്ന കാലം വരെ മലക്കുകൾ അവന് പാപമോചനം തേടുന്നതാണ്.
ഒരാളൊരു കിതാബ് എഴുതി അതിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരുണ്ട്, സ്വലാത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കിതാബിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉള്ള കാലത്തോളം, സ്വലാത്ത് ഉള്ള കാലത്തോളം മലക്കുകൾ എന്ത് ചെയ്യും? ആ കിതാബ് എഴുതിയ ആൾക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേര് നമ്മുടെ ഹൃദയത്തിൽ എഴുതുമ്പോൾ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് നമ്മളെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദരം എത്ര വലുതായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അല്ലേ? അപ്പം നമ്മളെന്ത് ചെയ്യുക? സ്വലാത്തുൽ അളീമിയെ കാണാതെ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താണ്? നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? സ്വലാത്തുൽ അളീമിയ ഏറ്റവും ചുരുങ്ങിയത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം 3 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട്. അത് കഴിയൂല്ലെങ്കിൽ എന്ത് ചെയ്യുക? 1 തവണയെങ്കിലും എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക? പതിവാക്കുക. അതുകൊണ്ട് വലിയ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലും പിന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്, ഉറപ്പാണ്. കാരണം സ്വലാത്തുൽ അളീമിയയിൽ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുന്ന കാര്യം എന്താണെന്ന് അറിയോ? പഠിച്ചോനെ, എനിക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉണർവിൽ തന്നെ എനിക്ക് കാണിച്ചു നൽകണേ എന്ന് പറഞ്ഞിട്ടുള്ള ദുആയുണ്ട് സ്വലാത്തുൽ അളീമിയയിൽ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ എൻ്റെ റൂഹാക്കി മാറ്റണേ തങ്ങളെ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സ്വലാത്തുൽ അളീമിയയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ റൂഹ് നമ്മളുമായിട്ട് എത്ര അടുപ്പത്തിലാണ് നിൽക്കുന്നത്, ആ രൂപത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ റൂഹായിട്ട് മാറും. ആ രൂപത്തിൽ നമുക്ക് തങ്ങളോട് പ്രേമുണ്ടാവും. തങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിൽ ആവും നമ്മൾ സ്വലാത്തുൽ അളീമിയ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ നമുക്ക് എല്ലാവർക്കും സ്വലാത്തുൽ ഫാത്തിഹയും സ്വലാത്തുൽ അളീമിയയും ഒക്കെ ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഓരോ നിമിഷവും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർവിൽ തന്നെ കാണുന്നൊരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും എത്തിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം കൊണ്ട് നിറയ്ക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഓരോ നിമിഷവും കാണുന്ന അവസ്ഥയിൽ സ്വപ്നത്തിൽ ഉണർവിലൊക്കെ ഒരുപാട് തവണ കാണാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം കൊണ്ട്, ആ പ്രണയത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദർശനം ഒരുപാട് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് മരിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തിൽ രക്തസാക്ഷികളാവുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. ആമീൻ ആമീൻ ബിജാഹി നബിയിൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.